വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വിസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്കുള്ള 2 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ പേരും ആൻസർ എന്താണോ ക്വസ്റ്റ്യൻ നമ്പറും ഇട്ടിട്ട് നിങ്ങളുടെ കമൻസ് ആയിട്ട് അത് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? അതായത് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ pH വാല്യൂ എത്രയാണ്? 7 ആണ്. 7 എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രൽ ആണ് അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ അതായത് 1973 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? നിങ്ങൾ ഈ ആദ്യത്തെയും അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള പ്രീവിയസ് ഇയറിലെയും ഇപ്പോൾ ഉള്ള ഇയറിലെയും അതായത് 2026 2025 ആദ്യത്തെ 1973 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ 1973 സന്ദേശം എന്തായിരുന്നു? ഓൺലി വൺ എർത്ത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, UNEPയുടെ ആസ്ഥാനം എവിടെ? നെയ്റോബി, കെനിയ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം. ആറാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്രയാണ്? 1600 കിലോമീറ്റർ. ഇത് നിങ്ങൾ ഈ ഇയറും അതേപോലെ തന്നെ നമ്പേഴ്സൊക്കെ വരുന്നത് റിപ്പീറ്റ് ആയിട്ട് ഒന്ന് മനസ്സിൽ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ. സെവൻത്ത് ക്വസ്റ്റ്യൻ, ലോക ഭൗമദിനം എന്നാണ്? അതായത് വേൾഡ് എർത്ത് ഡേ എന്നാണ്? April 22 ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ച വർഷം ഏതാണ്? 1974. നയൻത്ത് ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. 10th ക്വസ്റ്റ്യൻ നോക്കിയേ, കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. 11th ക്വസ്റ്റ്യൻ, ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഏർണസ്റ്റ് ഹേക്കൽ. 12, മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെയാണ്. ഇതാരുടെ വാക്കുകളാണ്? സുന്ദർലാൽ ബഹുഗുണ. ഇനി 13, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? അതായത് മാംഗ്രോവ്സ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. 14, ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 23. ഇതാണ് പറഞ്ഞത്. ഡേറ്റ്സ് മാത്രമായിട്ട് നിങ്ങൾ ഒന്നിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന സന്ദേശം എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വിസിന് നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആണോ സെക്കൻഡ് റാങ്ക് ആണോ എന്നുള്ളതല്ല. 2026 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 16th ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? റെഡ് ഡാറ്റ ബുക്കാണ്. അതായത് ഇനി അങ്ങോട്ട് വംശനാശ ഭീഷണി നേരിടും എന്നുള്ളതും നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ജീവികളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ബുക്കാണ് ഇത് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന പദവി ഏത് വന്യജീവിക്കാണ്? ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസറും നിങ്ങളുടെ പേരും ക്വസ്റ്റ്യൻ നമ്പറും ചേർന്നിട്ട് കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ. 18ാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണ സമയത്ത് 17, 18 എന്നിട്ടിട്ട് ആൻസർ എഴുതാം. നിങ്ങളുടെ പേരും ബ്രാക്കറ്റിൽ കൊടുക്കാം. ഓക്കെ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമിയുടെ ശ്വാസകോശം അതായത് ലങ്സ് ഓഫ് ദി എർത്ത് എന്നറിയപ്പെടുന്ന വനം ഏതാണ്? അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ നല്ലപോലെ തന്നെ ഇത് അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പാർട്ട് 2 നമ്മളിതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.